വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കത്തിയമർന്ന് വീണ്ടും ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ കോട്ട സംവരണ വിരുദ്ധ സമരത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അക്രമാസക്തമാകുന്നു. ഷെയ്ഖ് ഹസീനയുടെ രാജിക്കായി പ്രതിഷേധക്കാരും അവരെ നേരിടാൻ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും തെരുവിലിറങ്ങിയപ്പോൾ ബംഗ്ലാദേശ് വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങുന്നു. പ്രതിഷേധക്കാരും ഭരണകക്ഷി അനുഭാവികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്നലെ 100ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. കൊല്ലപ്പെട്ടവരിൽ 14 പേർ പോലീസുകാരാണ്. സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ പരിപാടിയിലേക്ക് ഭരണകക്ഷിയായ അവാമി ലീഗും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ ഛത്ര ലീഗും പോഷക സംഘടനയായ ജൂബോ ലീഗും ഉൾപ്പെടെ ഇടിച്ചു കയറുകയും സംഘർഷം ആരംഭിക്കുകയുമായിരുന്നു. രൂക്ഷമായ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും മൊബൈൽ ഇന്റർനെറ്റിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലും രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്താൻ ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുകയും ചെയ്തു. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചു. കോടതികൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും. ഇന്നലെ തന്നെ മൊബൈൽ ഇന്റർനെറ്റ് സേവനം ഓഫായിരുന്നു. ഫേസ്ബുക്കും വാട്സപ്പും ഉൾപ്പെടെയുള്ള ആപ്പുകൾ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിൽ പോലും ആക്സസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ബംഗ്ലാദേശിലെ അക്രമാസക്തമായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ഇന്ത്യ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാനും ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി സമ്പർക്കം പുലർത്താനും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗ്ലാദേശിലെ ഈ കത്തിപ്പടരുന്ന സംവരണ പ്രക്ഷോഭത്തിന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുണ്ട്. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ നേരത്തെ നൽകിയിരുന്ന 30% സംവരണം ബംഗ്ലാദേശ് സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളുടെ തുടക്കം. 2018 ഈ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ ശക്തമായ സമരം നടക്കുകയും സർക്കാർ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ വഴങ്ങുകയും ചെയ്തതായിരുന്നു. അന്ന് സർക്കാർ പിൻവലിച്ച സംവരണം 2024 ജൂൺ മാസം സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരികയായിരുന്നു. അതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയായിരുന്നു. പ്രതിഷേധങ്ങൾക്കിടയിൽ തടവിലാക്കപ്പെട്ട വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ മാസം ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ധാക്കയിൽ പ്രൊഫഷണൽ കോർഡിനേഷൻ കൗൺസിൽ നേതാക്കളുമായി നടത്തിയ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അക്രമം കത്തിപ്പടരുമ്പോൾ പ്രതിഷേധത്തിന്റെ പേരിൽ അട്ടിമറിയും നശീകരണവും നടത്തുന്നവർ ഇനി വിദ്യാർത്ഥികളല്ല, ക്രിമിനലുകളാണെന്നും ജനങ്ങൾ അവരെ ഇരുമ്പ് കൈകൊണ്ട് നേരിടണമെന്നുമാണ് ഹസീന പറഞ്ഞത്. പ്രതിഷേധക്കാരെ തീവ്രവാദികളെന്നാണ് ഹസീന വിശേഷിപ്പിച്ചത്. അതേസമയം പ്രധാനമന്ത്രിയെയും ഹസീനയെയും അവാമി ലീഗ് പാർട്ടിയെയും സർക്കാരിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധക്കാരും രംഗത്തെത്തി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അക്രമം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത വോൾക്കർ ബംഗ്ലാദേശിലെ രാഷ്ട്രീയക്കാരോടും സുരക്ഷാ സേനയോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയ അട്ടിമറി നടത്താൻ പ്രതിപക്ഷം നടത്തുന്ന അട്ടിമറിയാണ് ഈ പ്രതിഷേധമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്ത് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എന്നാൽ 4ാം തവണയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്.